ആ കുടിക്കുന്ന നാരങ്ങ വെള്ളമാണെങ്കിലും ഞാൻ പാവയ്ക്ക ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിക്കും. അലുവയിൽ നിന്നാണ് ആലുവ ജംഗ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവനത് വിശ്വസിക്കും. എന്തു പറഞ്ഞാലും അങ്ങ് വിഴുങ്ങി അങ്ങ് വിശ്വസിക്കും. അടുത്ത ആഴ്ച ഒരു മരണം ഉണ്ട് കേട്ടോ, പോണം. പോടാ, പോയിരിക്കാൻ പറ്റുമോ? പിന്നെ പോണം. 1000 രൂപ എനിക്ക് തരാനില്ലായിരുന്ന? അത് കഴിഞ്ഞ മാസം ഞാൻ തന്നല്ലേ. അതും അങ്ങ് വിഴുങ്ങി. തൂക്കിയല്ലോ നാഥാ. അതെങ്ങനെ ശരിയാവും? തന്നു. നമുക്ക് ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ തെങ്ങിന് ഫുള്ളും വലയം വെച്ചാലേ ഭയങ്കര നേട്ടമായിരിക്കും. എന്താ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നേ? ഒരു മനുഷ്യ കുഞ്ഞല്ലേ ആ കിടന്ന് കറങ്ങുന്നേ. ആ കാണുന്നതേ മാൻ. അതിന്റെ കിണുങ്ങാമണിയിലെങ്കിലും നോക്കിട്ട് മനസ്സിലാക്കടാ, അത് പട്ടിയാണെന്ന്. ടാറ്റ കമ്പനിയില്ലേ, എന്റെ വാപ്പാടയാ. അയ്യോ, നീ എന്താ ഇങ്ങനെ ആയി പോയാ? എന്ത് പറഞ്ഞാലും വിഴുങ്ങിക്കോണം. അടുത്ത ആഴ്ച ആ മരണത്തിന് ഞാൻ കാണൂല കേട്ടാ. എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് ഞാൻ പോകും. അതുകൂടെ പറയാനാണ് ഞാൻ നിന്ന കേട്ടാ. ഞാൻ കാണൂലേ. എവിടേക്കാണ് വണ്ടി ഓടിക്കുന്ന? മത്തങ്ങ കണക്ക് 2 കണ്ണല്ലേ ഇരിക്കുന്ന ഞറക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ണുവിട്ടാ വഴിന്ന് മാറേ. മാറാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരുന്നടാ. നിനക്കൊക്കെയുള്ള പരിപ്പോടയും ഞാൻ തരുന്നുണ്ട്, ഇപ്പഴല്ല പിന്നെ. സ്ഥലം ചോദിക്കാൻ മറന്നുപോയി. അതെന്തിന്? അല്ല, പരിപ്പുടയും ചായ വാങ്ങി തരാന്ന് പറഞ്ഞു. ചേട്ടാ മനസ്സിലായ? നീയൊക്കെ ഏതാടാ? പരിപ്പുടൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു. നിങ്ങൾ ഒറ്റ പോക്കങ്ങ് പോയി. നീയൊക്കെ നിക്കറൂട്ട് നടന്ന സമയത്തെ ഞാൻ നിക്കറൂട്ട് തന്നെ നടന്നത്. നിന്റെ ഇക്കമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാൻ ഒറ്റ മോനാണ്. കട്ടി ശബ്ദത്തിലൊക്കെ പറഞ്ഞല്ലേ പരിപ്പുട വാങ്ങി തരാന്ന്. നീയൊന്നും സിനിമയെ കാണൂലടാ. ഒരു പരിപ്പുടൊക്കെ ഉണ്ട്, എന്തൊക്കെ ചെയ്യണോടാ? ഇനിയെങ്കിലും ഒന്ന് വാങ്ങിത്താക്ക. ഇമാതിരി അപ്പി പിള്ളേരെടുത്തിന് മേലാ ഷോ കാണിക്കരുത്. ആമാ 2 പരിപ്പോട ഓസിന് കിട്ടിയെന്നാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ്. കണ്ണനോടെ നിനക്കുള്ള പരിപ്പോടയും ഞാൻ തരുന്നുണ്ട്, ഇപ്പഴല്ല പിന്നെ. എന്തുവൊക്കെ പ്രശ്നം? എനിക്കറിയാമോ എന്തോ പരിപ്പോടേണ്ട അവൻ തരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ പോലെ ചെയ്യുന്ന മനുഷ്യനാ. ഇപ്പൊ വാങ്ങി തന്നിട്ട് പോയുള്ളൂ പരിപ്പോട. നീ ആ വരുന്നവനെ കണ്ട? ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാൽ ഫുള്ള്. പക്ഷെ കമ്പനിക്ക് പോലും അറിയത്തില്ല ഇവിടുന്ന് എന്തരാണെന്ന്. നൈക്കിന് നോക്കിന് നീക്ക്, പ്യൂമയ്ക്ക് പാമ. അഡിഡാസ് ഒരു ദിവസം ക്ലിയർ ആയിട്ട് ഇട്ടോണ്ട് വന്നു, പക്ഷെ അതിന്റെ എംബ്ലോ ഇല്ലേ, അതില്ല. ചുമ്മാ ബ്രോ, ഇവിടെ ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിച്ചു. വീട് പോലെ അതല്ലേടാ. 2 വാച്ചാ കയ്യില്, ഒരു ജി ഷോക്ക് ഇങ്ങ് താടാ. ഭയങ്കര ടൈറ്റ് അളിയാ. സാധനമൊന്നും ഇല്ലളിയാ, പഴയ കണക്കൊന്നും അല്ല. ഇത് ബീഷോ. വീട്ടിലൊരു ചാത്ത ഇരിപ്പുണ്ട്, ജി ഷോക്ക്. അല്ലെ നീ പോണില്ല, ഒരുപാട് നേരമായല്ലേ സംസാരിക്കുന്നു. പിന്നെ അവന്റെ സമയം തന്നെയല്ലേ. പിന്നെ നല്ല സമയല്ലേ, 2 വാച്ചല്ലേ കൈ കിടക്കുന്നത്. What's wrong with the car? When the car is broken, you will take the broken egg. Is this your car? Did my mother hear any noise? What is this? This is the first time I have seen the car being broken. I have just come from Gulf. I have been given a month's leave. Don't make me stay here for 6 months. We just had to finish this conversation. Bro, what is your job? I have just come from Gulf. What are you doing, bro? No job. Luckily, I didn't have to suffer much. Thank you, bro. Come and go, bro. Isn't this my car? When you know that you will give me 4 paise, you should tear it up and leave. Why is there YouTube following us? Oh yes. So bro, subscribe to it and you will also see YouTube. Call me if you need anything. This is my card. Oh my angel, it came and went so quickly. ഇന്നത്തെ കല്യാണം ഇവിടെ കൂടാം, വലിയ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവരിടയിലൊക്കെ നിന്ന് ഞെരുവി നിന്നങ്ങ് അകത്ത് കയറാം. ഈ സീറ്റ് ഇരുന്നിട്ട് ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങ് അകത്ത് കയറാം. സീറ്റ് കിട്ടണേ, ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. ഇതാരടാ എന്നെ ഇങ്ങനെ നോക്കുന്ന? പെണ്ണിൻ്റെ വാപ്പല്ലോ എന്തോ. ഇത്രയും പ്രായം കുറഞ്ഞ വാപ്പയാ. കിട്ടിയ സീറ്റിരുന്ന് കഴിക്കാം. ഇയാളെന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തും നോട്ടോ ഇത്? ബിരിയാണി അരി എണ്ണി എന്നെ നോക്കുന്നു. എന്ത് മനുഷ്യനാ ഇത്? ഒന്ന് മനസ്സമായിട്ട് കഴിക്കാനപ്പോഴത്തേന് അരി ആട്ടി നമുക്ക് സലാഡ് ആട്ടി തന്ന്, അതും കഞ്ഞിയുള്ളതാക്കി വെച്ച്. ഇവനെ കൊണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ. അലുവെടുത്ത് വായി വെച്ചു കൊടുത്താൽ മതിയായിരുന്നു. പെട്ടെന്ന് വിടത്തണം. അയ്യോ തൂക്കി, ഇത് പിള്ളേരുണ്ടല്ലോ ഇടിക്കുകയാണെന്ന് തോന്നുന്നു. ആര് വിളിച്ചിട്ട് ഇങ്ങോട്ട്? പറയടാ, ഒരു പേപ്പർ വരാം, അതിൽ എഴുതിയെങ്കിലും എന്താ? കാട്ട ഞാനും കാട്ടയാണ്. നീ ഇങ്ങനെ പേടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തൂക്കൂലേ? അവര് കൂടെ കുറെ പിള്ളേരൊക്കെ ഇരുന്നപ്പോ ഞാൻ അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ല, അത് ഇവിടെ വന്നപ്പോ കിട്ടിയതാണ്. 2 കാറിന്റെ കഥ പറഞ്ഞ പിള്ളേരും എന്റെ കൂടെ കൂടി. ശരി, അയ്യോ.